ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്നെ കൊല്ലണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. പക്ഷേ ഇവിടുന്ന് താൻ എണീറ്റ് വന്നാൽ എന്റെ ഏറ്റവും വലിയ ശത്രു താനായിരിക്കും. അതിനേക്കാൾ നല്ലത് താനങ്ങ് മുകളിലേക്ക് പോകുന്നതല്ലേ. ലോക്കപ്പിലും ജയിലിലും ഒക്കെ കിടന്നിട്ട് വന്നതല്ലേ. ആരതി ഒഴിഞ്ഞു തന്നെ അകത്തേക്ക് സ്വീകരിക്കണം. മാച്ചാ ഇത് പൂജാമുറി വെച്ചേക്ക്. മഹേശ്വരം പോറ്റി സാറില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോഴും ജാമ്യം കിട്ടില്ലായിരുന്നു. വക്കീലിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നെ ജയിലിൽ നിറക്കാൻ വേണ്ടി നീ അനുഭവിച്ച കഷ്ടപ്പാട് അച്ഛൻ ഒരിക്കലും മറക്കില്ല. ഇവിടുന്ന് ജാമ്യം കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തു. അന്ന് തന്നെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പതാ ജാമ്യവും കിട്ടി. ഞാനല്ല, യഥാർത്ഥത്തിൽ മഹേശ്വരം പോറ്റി സാറാ ഇതെല്ലാം ചെയ്ത്. എന്താ പറയുന്നത്? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അച്ഛനെ ജാമ്യത്തിലിറക്കിയ നമ്മളാണെന്നുള്ള കാര്യം അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഏട്ടത്തിയാണെന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. പാവം കൃഷ്ണഭദ്രൻ സാർ നമ്മളും കഷ്ടപ്പെട്ടത് മിച്ചം. എല്ലാവരുടെ മുമ്പില് അവധിയെടുത്തി നല്ല ഗെയിമാ കളിക്കുന്നത്. ജാമ്യത്തിലിറക്കി നമ്മളാന്ന് പറഞ്ഞ അച്ഛൻ പോലും വിശ്വസിക്കില്ല. 2-3 ദിവസം തറയിലും ബെഞ്ചിലും ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ട് വന്നതല്ലേ. നല്ല ബോഡി പെയിൻ കാണും. ഞാൻ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വെക്കാം. വേണം. ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിക്കണം. വല്ലാത്ത ക്ഷീണമുണ്ട്. എന്തായാലും ആദ്യം ഞാൻ നന്ദിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എന്റെയൊക്കെ കൃഷ്ണഭദ്ര സാർ വഴിയല്ലേ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയത്? അതെ, പക്ഷേ അതൊന്നും അച്ഛനിപ്പോ വിശ്വസിക്കുന്നില്ല. അച്ഛൻ ഞങ്ങളെ കണ്ട ഭാവം പോലും കാണിച്ചില്ല. സാരമില്ല, നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി. എപ്പോഴെങ്കിലും അച്ഛൻ സത്യം മനസ്സിലാക്കിക്കോളും. താൻ വാ വാ. മോനെ, പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കിടക്കുമ്പോൾ ഞാൻ ഓർത്തത് നിന്റെ കാര്യം മാത്രം. കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നെ അവിടുന്ന് രക്ഷിച്ചത് ആരെന്നറിയോ? അവന്തികയാ. അഡ്വക്കേറ്റ് മഹേശ്വരം പോറ്റിയെ കൊണ്ടുവന്ന അവൾ എന്നെ ജാമ്യത്തിലിറക്കിയത്. ലോക്കപ്പില് 2-3 ദിവസമേ കിടന്നുള്ളെങ്കിലും ഒരു ജന്മത്തിന്റെ ദുരിതം മുഴുവൻ ആ സമയം കൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ചു. അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചത് അവന്തികയാണ്. ഈ
ജന്മം നമ്മൾ അവളോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി ഇവൾ ഒരുപാട് ത്യാഗം സഹിച്ചു. എന്തിനാ ചെയ്തൊക്കെ നന്ദേട്ടനോട് പറയുന്നത്? അച്ഛനു വേണ്ടി ഞാൻ ചെയ്തതെല്ലാം എന്റെ കടമ മാത്രം. ഇനി അഥവാ നന്ദേട്ടനോട് ഇതൊക്കെ പറഞ്ഞാലും പാവത്തിന് ഇതൊന്നും അറിയാൻ പറ്റില്ലല്ലോ. എന്താ നന്ദേട്ടാ, എന്തെങ്കിലും പറയാനുണ്ടോ? പറ നന്ദേട്ടാ. എന്റെ നന്ദേട്ടനൊന്ന് സംസാരിച്ച് കേട്ടിട്ട് എത്ര നാളായി. കണ്ടില്ലേ അച്ഛ, എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നു. നല്ലൊരു കുടുംബത്തിലേക്ക് വന്ന് കയറി, സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടി, കരുതലും വാത്സല്യമുള്ള ഒരു അച്ഛനെ കിട്ടി, നല്ല സഹോദരങ്ങളെ കിട്ടി. പക്ഷെ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനേക്കാൾ വലുതൊന്നുമില്ല. എന്റെ ജീവനായി കിടക്കുന്ന എന്റെ നന്ദേട്ടൻ ഒരിക്കലെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കാണണമെന്ന എന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. മോള് വിഷമിക്കേണ്ട. നിന്റെ സങ്കടങ്ങൾക്കെല്ലാമുള്ള പരിഹാരം അച്ഛൻ ഇന്ന് തന്നെ ഉണ്ടാക്കും. കേട്ടില്ലേ മിസ്റ്റർ നന്ദൻ, എന്റെ അമ്മായച്ചൻ പറഞ്ഞിട്ട് പോയത്? ഞാനാണിപ്പ അങ്ങേരുടെ രക്ഷക. കാര്യങ്ങൾ ഏതാണ്ടിപ്പ എന്റെ കയ്യിലായി. കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതും കൂടി ഒന്ന് സെറ്റായാ പിന്നെ തന്നെ എനിക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ ഈ ഭൂമിയിലെ ജോലി അവസാനിപ്പിച്ച് തനിക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങാം. എന്തു പറയുന്നു? തന്നെ കൊല്ലണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. പക്ഷേ ഇവിടുന്ന് താൻ എണീറ്റ് വന്നാൽ എന്റെ ഏറ്റവും വലിയ ശത്രു താനായിരിക്കും. അതിനേക്കാൾ നല്ലത് താനങ്ങ് മുകളിലേക്ക് പോകുന്നതല്ലേ.